ജയശങ്കർ, ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അവിടെ ഒരു ക്യാമ്പ് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ അവിടെ കേന്ദ്രീകരിച്ചല്ല അവരുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ സന്നിധാനത്തുൾപ്പെടെ സംഘത്തലവൻ്റെ ഒക്കെ പരിശോധന ഉണ്ടായിരുന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അന്വേഷണമോ ഒക്കെ നടന്നിരുന്നോ? ഈ പ്രതി ചേർക്കപ്പെട്ട ഉദ്യോഗസ്ഥർ അവരെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും പരിശോധനയൊക്കെ നടന്നിരുന്നതായി അറിയുന്നുണ്ടോ ജയശങ്കർ? ഈ SIT സംഘം സന്നിധാനത്തെത്തുകയും അവിടെ നിന്ന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഫയലുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 2 ദിവസം മുമ്പ് സന്നിധാനത്തെത്തുകയും ഈ രേഖകൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തത്. അതിനുശേഷം ആണ് റാന്നി കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട 2 FIRകൾ സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ FIRും മറ്റൊന്ന് ഈ ശബരിമലയിലെ കട്ടിലകളുമായി ബന്ധപ്പെട്ട FIR. അങ്ങനെ 2 FIRകളും സമർപ്പിച്ചു. 2 FIRകളിലും പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ പല ഭാഗങ്ങളിലും അന്വേഷണ സംഘം പരിശോധനകൾ രഹസ്യമായി നടത്തിയിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇതൊക്കെ വളരെ രഹസ്യമായി ലോക്കൽ പോലീസിനോട് പോലും വിവരങ്ങൾ പങ്കുവെക്കാതെയായിരുന്നു ജില്ലയിൽ SITയുടെ നീക്കങ്ങൾ. എന്തായാലും നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജില്ലയിലുണ്ടോ എന്ന കാര്യത്തിൽ ഈ ലോക്കൽ പോലീസിനുൾപ്പെടെ ഒരു വ്യക്തതയുമില്ല. കാരണം പേരൂർക്കടയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങോട്ട് കൊണ്ടുപോയി എന്നതൊരു ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്ന സാഹചര്യമാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പഴയ എയർ ക്യാമ്പിലാണ് ഈ SIT സംഘത്തിന് വേണ്ടി പത്തനംതിട്ടയിൽ ഓഫീസ് ക്രമീകരിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ സംഘം ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടൊപ്പം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏത് നിമിഷവും എത്തുമെന്നൊരു അറിയിപ്പ് മാത്രമാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അദ്ദേഹത്തെ ഹാജരാക്കേണ്ടത് ഈ ശബരിമലയുടെ പരിധിയിലുള്ള റാന്നി കോടതിയിലാണ്, റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഉൾപ്പെടെയുള്ള പരിശോധനകൾ പത്തനംതിട്ടയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഘട്ടമുണ്ടായാൽ ഏറ്റവും എളുപ്പത്തിലെത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയായിരിക്കണം അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ടത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾ നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രഹസ്യ കേന്ദ്രത്തിൽ SIT സംഘം ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.